وأسروا قولكم أو اجهروا به إنه عليم بذات الصدور. السلام عليكم ورحمة الله. الحمد لله وكفى والصلاة والسلام على من لا نبي بعده نصلي ونسلم على أشرف الأنبياء والمرسلين أما بعد. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. والضحى والليل إذا سجى ما ودعك ربك وما قلى وللآخرة خير لك من الأولى ولسوف يعطيك ربك فترضى ألم يجدك يتيما فآوى ووجدك ضالا فهدى ووجدك عائلا فأغنى فأما اليتيم فلا تقهر وأما السائل فلا تنهر وأما بنعمة ربك فحدث. പ്രിയപ്പെട്ട സനാബിൽ ഖുർആൻ പഠിതാക്കളെ, സഹോദരങ്ങളെ, സഹോദരിമാരെ, പ്രപഞ്ചനാഥനായ പടച്ച തമ്പുരാന്റെ നിയമനിർദ്ദേശങ്ങൾ, വിധിവിലക്കുകൾ സർവ്വമേഖലകളിലും അംഗീകരിക്കുക, അനുസരിക്കുക. അള്ളാഹു നൽകിയിട്ടുള്ള മുഴുവൻ സമയങ്ങളെയും അള്ളാഹുവിൻ്റെ ഇഷ്ടത്തിന് വേണ്ടി, അവൻ്റെ പൊരുത്തത്തിന് വേണ്ടി ഉപയോഗപ്പെടുത്തുക. അള്ളാഹു അതിന് നമുക്കേവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. സനാബിൽ ഖുർആൻ പഠന പദ്ധതിക്ക് വേണ്ടി സാമ്പത്തികമായി, ശാരീരികമായി, മാനസികമായി സഹായിക്കുന്നവർ, പിന്തുണ നൽകുന്നവർ, അതിനു വേണ്ടി പ്രവർത്തിക്കുന്നവർ, അതിൻ്റെ പഠിതാക്കൾ എല്ലാവർക്കും അള്ളാഹു അർഹമായ പ്രതിഫലം നൽകുമാറാവട്ടെ. നമ്മിൽ നിന്ന് മരണപ്പെട്ടു പോയ വിവിധങ്ങളായ പള്ളിപ്പറമ്പുകളിൽ 6 അടി ആഴമുള്ള ഖബറുകൾ കിടക്കുന്ന ധാരാളം ആളുകളുണ്ട്. അതിൽ നമ്മുടെ പ്രിയപ്പെട്ട ഇഷ്ടപ്പെട്ടവരുണ്ട്, കൂട്ടുകാരുണ്ട്, നമ്മുടെ പ്രിയപ്പെട്ട മാതാപിതാക്കളുണ്ട്, സഹോദരങ്ങളുണ്ട്, സഹോദരിമാരുണ്ട്. അള്ളാഹു എല്ലാവർക്കും മഗ്ഫിറത്ത്, മർഹമത്ത് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അവരുടെ ഖബറിനെ അള്ളാഹു വെളിച്ചമാക്കി കൊടുക്കുമാറാവട്ടെ. ജീവിക്കുന്ന കാലം വരെ ഇസ്സത്തോടെ, ഈ അഭിമാനത്തോടു കൂടെ മുസ്ലിമായി ജീവിക്കുവാനും ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലി സന്തോഷത്തോടുകൂടെ ഈ ലോകത്ത് നിന്ന് കണ്ണടക്കുവാനും അള്ളാഹുവിൻ്റെ സ്വർഗത്തിൽ ഒത്തുചേരുവാനും നമുക്കൊക്കെ അള്ളാഹു തൗഫീഖ് നൽകുമാറാവട്ടെ. അപകടങ്ങളിൽ നിന്ന്, അപകട മരണങ്ങളിൽ നിന്ന്, കീറിമുറിക്കുന്ന രോഗങ്ങളിൽ നിന്ന്, പ്രയാസത്തിൽ നിന്ന്, ദാരിദ്ര്യ പരീക്ഷണങ്ങളിൽ നിന്ന് അള്ളാഹു തആല നമ്മയൊക്കെ കാത്തു സംരക്ഷിക്കുമാറാവട്ടെ. സമ്പത്ത് കൊണ്ടോ, ദാരിദ്ര്യം കൊണ്ടോ, കുടുംബങ്ങളെ കൊണ്ടോ, വിജ്ഞാനം കൊണ്ടോ അള്ളാഹു നമ്മെ ആരെയും പരീക്ഷിക്കാതിരിക്കുമാറാവട്ടെ. ആമീൻ, ആമീൻ യാ റബ്ബൽ ആലമീൻ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, 9ാം ഘട്ടത്തിലെ 3ാം റൗണ്ടിലേക്ക് ഇൻഷാ അല്ലാഹ് നമ്മുടെ സനാബിൽ ഖുർആൻ പഠന പദ്ധതി പ്രവേശിക്കുകയാണ്. 3ാം റൗണ്ടിൽ ആദ്യമായി നാം പഠിക്കുന്നത് 93ാം അധ്യായമായ സൂറത്തുൽ ളുഹയാണ്. വിശുദ്ധ ഖുർആൻ പഠിക്കുക, അത് കഴിവിൻ്റെ പരമാവധി നമ്മുടെ ജീവിതത്തിലുണ്ട് എന്ന് ഉറപ്പുവരുത്തുക. പരിചയമുള്ളവർക്കും ഇല്ലാത്തവർക്കും കുടുംബങ്ങൾക്കുമെല്ലാം നാം ഈ സന്ദേശം പരസ്പരം കൈമാറുക. അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. ആമീൻ. സൂറത്തുൽ ളുഹ 93ാം അധ്യായം. ആ അധ്യായത്തിന് ഈ പേര് വരാനുള്ള കാരണം, അതിലെ 1ാമത്തെ ആയത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഇളയുച്ച സമയത്തെ, ളുഹ സമയത്തെ സത്യം ചെയ്തുകൊണ്ട് ചില കാര്യങ്ങൾ ബോധ്യപ്പെടുത്തുകയാണ്. ളുഹ എന്നാൽ പൂർവാഹിനം, ഇളയുച്ച സമയം എന്നൊക്കെയാണ് അതിൻ്റെ പേര്. സൂറത്തുൽ ളുഹ അവതരിപ്പിക്കാനുള്ള, അത് ഇറങ്ങാനുള്ള കാരണം പല റിവായത്തുകളുമുണ്ടെങ്കിലും മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് കുറേ ദിവസങ്ങൾ പ്രിയപ്പെട്ട പ്രവാചകന് വഹ്യുമായി ജിബ്രീൽ അലൈഹിസ്സലാം എന്ന മലക്ക് വരാതിരിക്കുകയും, അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് യാതൊരു വഹ്യുമില്ല. വഹ്യു വരാതിരുന്നപ്പോൾ അവിശ്വാസികളാകുന്ന ആളുകൾ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അവൻ്റെ റബ്ബ് ഒഴിവാക്കിയിരിക്കുകയാണ് എന്ന് പറഞ്ഞ് പരിഹസിക്കുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അത് വല്ലാത്ത സങ്കടമാവുകയും ആ സമയത്തിലാണ് ഈ സൂറത്ത് അവതരിച്ചത് എന്ന് കാണാൻ കഴിയും. ഏതായിരുന്നാലും ഇൻഷാ അല്ലാഹ് നമുക്ക് ആ ഖുർആനിൻ്റെ സൂറത്തുൽ ളുഹയുടെ പഠനത്തിലേക്ക് പ്രവേശിക്കാം. അള്ളാഹു അനുഗ്രഹിക്കും. വല്ളുഹ
വല്ലൈലി ഇദാ സജാ. വല്ലുഹ, പൂർവാഹ്നം തന്നെയാണ് സത്യം. പൂർവാഹ്നം തന്നെയാണ് സത്യം, അല്ലെങ്കിൽ ഇളയുച്ച തന്നെയാണ് സത്യം. വല്ലൈലി, രാത്രി തന്നെയാണ് സത്യം. ഇദാ സജ, അത് ശാന്തമാകുമ്പോൾ. അത് ശാന്തമാകുമ്പോൾ, പകലിൻ്റെ ആദ്യ ഭാഗം കൊണ്ടും രാത്രി ശാന്തമാകുമ്പോൾ അതിനെ കൊണ്ടും അല്ലാഹു തആല സത്യം ചെയ്ത് പറയുകയാണ്. തുടർന്ന് മൂന്നാമത്തെ ആയത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പ്രത്യേകമായി പരിഗണിച്ചുകൊണ്ട് അല്ലാഹു തആല പറയുകയാണ് നബിയോട്, മാ വദ്ദഅക റബ്ബുക വമാ ഖലാ. മാ വദ്ദഅക, നബിയെ നിന്നെ വിട്ടുകളഞ്ഞിട്ടില്ല. ക, നിന്നെ, നബിയോട് പറയാണ്. മാ വദ്ദഅക, നിന്നെ ഉപേക്ഷിച്ചിട്ടില്ല, നിന്നോട് യാത്ര പറഞ്ഞു പിരിഞ്ഞിട്ടില്ല. ആര്? റബ്ബുക, നിന്റെ രക്ഷിതാവ്. ശത്രുക്കൾ നിന്റെ അള്ളാഹു, നിന്റെ നാഥൻ, നീ പരിചയപ്പെടുത്തുന്ന, നീ ഞങ്ങളോട് ആരാധിക്കണമെന്ന് പറയുന്ന റബ്ബില്ലേ മുഹമ്മദ്, ആ മുഹമ്മദ് നിന്നോട് യാത്ര പറഞ്ഞു പിരിഞ്ഞു എന്നാ തോന്നുന്നത് എന്ന പരിഹാസം നടത്തിയപ്പോ അല്ലാഹു തആല നബിതങ്ങളോട് പറയാ, മാ വദ്ദഅക റബ്ബുക, നബിയെ നിന്റെ റബ്ബ് നിന്നെ വിട്ടുകളഞ്ഞിട്ടില്ല. മാത്രവുമല്ല വമാ ഖലാ, നിന്നെ വെറുത്തിട്ടുമില്ല. നിന്നോട് യാതൊരു കോപവും ഇല്ല, നിന്നോട് യാതൊരു ഈർഷ്യതയും അല്ലാഹുവിനില്ല. മാ വദ്ദഅക റബ്ബുക വമാ ഖലാ, നബിയെ നിന്റെ നാഥൻ നിന്നെ കൈവിട്ടിട്ടില്ല, നിന്നെ വെറുത്തിട്ടുമില്ല. അല്ലാഹുവിന്റെ റസൂലെ, തങ്ങളുടെ റബ്ബ് തങ്ങളെ ഉപേക്ഷിക്കുകയോ തങ്ങളോട് ഏതെങ്കിലും നിലക്ക് കോപിക്കുകയോ ചെയ്തിട്ടില്ല. ആ കോപത്തിന്റെയോ ഈർഷ്യതയുടെയോ അല്ലെങ്കിൽ ഉപേക്ഷിച്ചതിന്റെയോ പേരിലല്ല സന്ദേശങ്ങൾ വരാതിരിക്കുന്നത്. അള്ളാഹുവിൽ നിന്നുള്ള ദിവ്യ സന്ദേശം കുറച്ചു കാലം നിലച്ചപ്പോ ബഹുദൈവ ആരാധകർ അപ്രകാരം പരത്തിയപ്പോ കൃത്യമായി അതിന് അല്ലാഹു തആല മറുപടി പറയാ, ഇല്ല നബിയെ, അതായത് നിനക്ക് തന്ന പ്രത്യേകമായിരിക്കുന്ന പരിഗണന അതിപ്പോഴും നിലനിൽക്കുന്നുണ്ട്. ഇപ്പോഴും അത് നിലനിൽക്കുന്നുണ്ട്. നിന്നെ വളർത്തിക്കൊണ്ടുവരികയും മുഹമ്മദ് നബിയെ അങ്ങ് സംരക്ഷിക്കുകയും ചെയ്തു വന്നതിൽ നിന്ന് ഒരിക്കലും നിന്റെ നാഥൻ നിന്നെ അവഗണിച്ചിട്ടില്ല. മറിച്ച് ഏറ്റവും നല്ല രൂപത്തിൽ തന്നെ നിന്നെ സംരക്ഷിക്കുകയും നിനക്ക് ഓരോ പ്രത്യേകമായിരിക്കുന്ന പദവികൾ അല്ലാഹു നിനക്ക് ഉയർത്തിത്തരികയും ചെയ്യുന്നു നബിയെ. അല്ലാഹു നിന്നോട് ഏതെങ്കിലും തരത്തിലുള്ള ഈർഷ്യത കാണിച്ചിട്ടില്ല. നിന്നെ സ്നേഹിച്ചത് മുതൽ നിന്നോടവൻ ഇന്ന് വരെയും കോപിച്ചിട്ടുമില്ല. ഒരു കാര്യം നിഷേധിക്കുമ്പോൾ അതിന്റെ വിപരീതത്തെ സ്ഥാപിക്കുകയാണ് ചെയ്യുന്നത്. ഇവിടെ അല്ലാഹു തആല നിഷേധിക്കുകയാണ്, നിന്നോട് കോപം ഇല്ല, നിന്നെ ഒരിക്കലും കൈവിട്ടിട്ടില്ല എന്ന് പറഞ്ഞാൽ നിന്നെ അല്ലാഹു തആല ഇഷ്ടപ്പെടുന്നുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാവിധ ഉയർച്ചയും, ഇതുവരെ നിലനിർത്തി വന്ന എല്ലാവിധ ഉയർച്ചയും അത് അങ്ങനെ തന്നെ നിലനിൽക്കുന്നുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അല്ലാഹുവിനുള്ള ആ സ്നേഹം ഇനിയും തുടർന്നുകൊണ്ട് ഇരിക്കുക തന്നെ ചെയ്യും. നബിയെ, അങ്ങയുടെ പദവി ഏറ്റവും പൂർണ്ണതയിലേക്ക് ഉയർന്നുകൊണ്ടിരിക്കുകയും അതിനെ അല്ലാഹു എന്നും നിത്യമായി കാത്തു സൂക്ഷിക്കുകയും ചെയ്യുമെന്നൊക്കെയാണ് ഈ ആയത്തിലൂടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് അല്ലാഹു തആല ഉണർത്തുന്നത്. തുടർന്ന് വലൽ ആഖിറതു ഖൈറുൻ ലക മിനൽ ഊലാ. വലൽ ആഖിറതു, നിശ്ചയമായും പരലോകം. ആഖിറത്ത് പറഞ്ഞാൽ അവസാനത്തത്, ഊല പറഞ്ഞാൽ ആദ്യത്തത്, ആഖിറത്ത് അവസാനം, പരലോകം. വലൽ ആഖിറതു, തീർച്ചയായും പരലോകം ഖൈറുൽ ലക, നിനക്ക് ഉത്തമമാണ്, നിനക്ക് ഗുണമായതാണ്. മിനൽ ഊല, ആദ്യത്തതിനേക്കാൾ, ആദ്യ ലോകത്തേക്കാൾ, ഇഹലോകത്തേക്കാൾ പരലോക ഭവനം തന്നെയാണ് നിനക്ക് കൂടുതൽ ഉത്തമമായിട്ടുള്ളത്. കാരണം ഒരിക്കലും നിലച്ചു പോകാത്ത സുഖാനുഗ്രഹങ്ങളാണ് ആ പരലോകത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരുക്കി വെച്ചിട്ടുള്ളത് എന്നൊക്കെയാണ് ഈ ആയത്തിലൂടെ അല്ലാഹു നബിതങ്ങളോട് പറയുന്നത്. ഇത് നബിതങ്ങൾക്ക് മാത്രം ബാധകമായതല്ല, നമുക്കും അങ്ങനെ തന്നെയാണ്. വലൽ ആഖിറതു ഖൈറുൽ ലക മിനൽ ഊലാ, തീർച്ചയായും പരലോകമാണ് നബിയെ നിനക്ക് ഇഹലോകത്തേക്കാൾ ഉത്തമമായിട്ടുള്ളത്. അല്ലാഹു നബിതങ്ങളോടാണ് പറഞ്ഞിട്ടുള്ളതെങ്കിലും അവസാന കാലഘട്ടം വരെയുള്ള മുഴുവൻ ആളുകളും വിശ്വാസികളാകുന്ന നമുക്കൊക്കെയും വല്ലാത്ത സന്തോഷം നൽകുന്ന ആയത്താണിത്. ദുനിയാവിലെ പ്രശ്നങ്ങൾ ഉണ്ടാവാം, പ്രയാസമുണ്ടാകും, ദാരിദ്ര്യങ്ങൾ ഉണ്ടാകും, വേദനകൾ ഉണ്ടാകും, കുറ്റപ്പെടുത്തലുകളും ആരോപണങ്ങളും എല്ലാം ഉണ്ടാകും. അതെല്ലാം നമ്മൾക്ക് സഹിക്കാൻ കഴിയണം. കാരണം ഈ ദുനിയാവ് നൈമിഷികമാണ്. ഇവിടെ കുറച്ചു കാലം മാത്രമേ നമ്മൾ ജീവിക്കൂ. ശാശ്വതമായ നമ്മുടെ ജീവിതം അങ്ങ് പരലോകത്താണ്. അതാണ് നമുക്ക് ഏറ്റവും ഉത്തമമായിട്ടുള്ളത്
എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ആയത്തിലൂടെ നമ്മയും വലസൗഫ യുതീക റബ്ബുക ഫതർല്ലാ. വലസൗഫ, സൗഫ ശേഷം പിന്നീട്, വഴിയെ, യുതീക നിനക്ക് നൽകും, റബ്ബുക നിന്റെ രക്ഷിതാവ്, വഴിയെ നിന്റെ രക്ഷിതാവ് നിനക്ക് തീർച്ചയായും നൽകുന്നതാണ്. അപ്പോൾ തർല്ലാ, നീ തൃപ്തിപ്പെടുന്നതാണ് എന്ന് പറഞ്ഞാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അല്ലാഹു പറയാണ്, മുഹമ്മദ് നബിയെ, ദുനിയാവിൽ തന്നെ നിനക്ക് ഉന്നതമായ പദവികളുണ്ട്, നിന്നെ ഞാൻ ഇഷ്ടപ്പെട്ടിട്ടുണ്ട്, നിന്നെ ഞാൻ ഒരിക്കലും കൈവിട്ടിട്ടില്ല. ദുനിയാവിൽ തന്നെ ഒരുപാട് ഉന്നതമായ പദവികൾ നിനക്ക് നൽകിയിട്ടുണ്ട്. പോരാ, വലസൗഫ യുതീക റബ്ബുക, മുഹമ്മദ് നബിയെ നിനക്ക് നിന്റെ രക്ഷിതാവ് തീർച്ചയായും പിന്നീട് നൽകും. ഫതർല്ലാ, അപ്പോൾ നീ തൃപ്തിപ്പെടുന്നതാണ്. ദുനിയാവിൽ തന്നെ ഒരുപാട് ഉന്നതമായ പദവിയുണ്ട്, എന്നാൽ പരലോകത്ത് അതിനേക്കാളും വലിയ അനുഗ്രഹങ്ങളും ആദരവുകളും അവിടെ നൽകുന്നതാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അല്ലാഹു സുബ്ഹാനഹു വ തആല അറിയിക്കുകയാണ് ഈ ആയത്തിലൂടെ. പിന്നീട് അടുത്ത 6-ാമത്തെ ആയത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് തന്നെ അറിയാവുന്ന ചില പ്രത്യേക കാര്യങ്ങളെ എടുത്തു പറയുകയാണ് ഇവിടെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് പരിചയമുള്ള ചില കാര്യങ്ങൾ അല്ലാഹു തആല എടുത്തു ധരിക്കുകയാണ്. എന്താണത്? അലം യജിദ്ക യതീമൻ ഫആവാ. അലം യജിദ്ക, നിന്നെ അവൻ കണ്ടുമുട്ടിയിട്ടേ ഇല്ല. അലം യജിദ്ക, നിന്നെ അവൻ കണ്ടെത്തിയില്ലേ, യതീമൻ, ഒരു യതീമായി കണ്ടെത്തുകയും, ഫആവാ, ഫആവാ, എന്നിട്ട് അവൻ അഭയം നൽകി ചേർത്ത് പിടിക്കുകയും ചെയ്തില്ലേ നബിയേ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് പരിചയമുള്ളൊരു കാര്യമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് സ്വന്തമായി കാര്യങ്ങൾ നിർവഹിക്കാൻ കഴിയാത്ത ഒരു അവസ്ഥ. കാരണം ചെറുപ്പത്തിലെ പിതാവ് ആദ്യമേ മരണപ്പെട്ടു. മാതാവ്, സ്വന്തമായി പ്രിയപ്പെട്ട പ്രവാചകൻ വളർന്ന് വലുതാകുന്നതിൻ്റെ മുമ്പ്, എട്ടും പൊട്ടും തിരിയാത്ത ആ ഒരു പ്രായത്തിൽ തന്നെ പ്രിയപ്പെട്ട ഉമ്മയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടേത് മരണപ്പെട്ടു. അല്ലാഹു തആല നബിയെ ഓർമ്മപ്പെടുത്തുകയാണെന്ത്? അലം യജിദ്ക യതീമൻ ഫആവാ, നിന്നെ അവൻ ഒരു അനാഥനായി കണ്ടെത്തുകയും എന്നിട്ട് നിനക്ക് ആശ്രയം നൽകുകയും ചെയ്തില്ലേ നബിയേ. നീ അനാഥനായിരുന്നു, നിന്റെ ബാപ്പ മരണപ്പെട്ടു, നിന്റെ ഉമ്മ വഫാത്തായി, രണ്ടുപേരും മരണപ്പെട്ടപ്പോഴും നിന്നെ ഒഴിവാക്കിയിട്ടില്ല. നിനക്ക് ആശ്രയം അല്ലാഹു ഒരുക്കി തന്നിട്ടുണ്ട്. പിതാമഹനായ അബ്ദുൽ മുത്തലിബ് ആദ്യം സംരക്ഷണം ഏറ്റെടുത്തു. ആ പിതാമഹൻ അബ്ദുൽ മുത്തലിബിന്റെ മരണശേഷം പിതൃവ്യനായ അബൂ ത്വാലിബ്, ആ അബൂ ത്വാലിബിനെ അല്ലാഹു തആല സംരക്ഷണം ഏൽപ്പിക്കുകയും ചെയ്തു. പിന്നീട് സത്യവിശ്വാസികളായ ആയിരക്കണക്കിന് വരുന്ന സത്യവിശ്വാസികളുടെ സംരക്ഷണത്തിലൂടെ നബിയെ, ഞാൻ അങ്ങേക്ക് ശക്തി നൽകുന്ന തുടർന്നു വന്നില്ലേ നബിയേ. ഇതാണ് അല്ലാഹു തആല നബി തങ്ങളെ ഓർമ്മപ്പെടുത്തുന്നത്. അലം യജിദ്ക യതീമൻ ഫആവാ, നിന്നെ അവൻ ഒരു അനാഥനായി കണ്ടെത്തുകയും എന്നിട്ട് നിനക്ക് അവൻ ആശ്രയം നൽകുകയും ചെയ്തില്ലേ. ഇത് നബിക്ക് പരിചയമുള്ളൊരു കാര്യമാണ്. രണ്ടാമത്തത്, വവജദക ളാല്ലൻ ഫഹദാ. വവജദക, നിന്നെ അവൻ കണ്ടെത്തുകയും ചെയ്തു, നിന്നെ അവൻ കണ്ടെത്തുകയും ചെയ്തു, ളാല്ല, തെറ്റിയവനായ നിലക്ക്, അല്ലെങ്കിൽ പരിഭ്രമിച്ചവനായിട്ട് നിന്നെ കണ്ടെത്തുകയും ചെയ്തപ്പോ, ഫഹദാ, എന്നിട്ട് അവൻ വഴികാട്ടി തന്നു, അവൻ മാർഗദർശനം നൽകുകയും ചെയ്തില്ലേ നബിയേ. നിന്നെ അവൻ വഴിയറിയാത്തവനായി കണ്ടെത്തുകയും എന്നിട്ട് അവൻ നിനക്ക് മാർഗദർശനം നൽകുകയും ചെയ്തിരിക്കുന്നു. എന്താണ് വേദഗന്ധം? കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് എഴുത്തും വായനയും അറിയില്ല. മുൻകഴിഞ്ഞു പോയ വേദഗ്രന്ഥങ്ങളെക്കുറിച്ച് കൃത്യമായ ഒരു ബോധം പ്രിയപ്പെട്ട പ്രവാചകനില്ല. എന്താണ് വേദഗ്രന്ഥമെന്നോ എന്താണ് ശരിയായ വിശ്വാസമെന്നോ നബിയെ അങ്ങേക്ക് അറിയില്ലായിരുന്നുവല്ലോ. എന്നാൽ പിന്നീട് അതെല്ലാം അല്ലാഹു താങ്കളെ പഠിപ്പിച്ചില്ലേ നബിയേ. വിശ്വാസമോ വേദഗ്രന്ഥമോ എന്താണ് എന്ന് അറിയാത്തവനായി നിന്നെ അല്ലാഹു കണ്ടു. അപ്പോൾ നിനക്ക് അറിവില്ലാത്തത് നിന്നെ അല്ലാഹു തആലയാകുന്ന ഞാൻ നിന്നെ പഠിപ്പിച്ചു. ഏറ്റവും നല്ല പ്രവർത്തനങ്ങളിലേക്കും ഏറ്റവും നല്ല സ്വഭാവങ്ങളിലേക്കും എത്താൻ അവൻ നിന്നെ സഹായിക്കുകയും ചെയ്തില്ലേ എന്നാണ് അല്ലാഹു തആല ചോദിക്കുന്നത്. വവജദക ആയിലൻ ഫഅഗ്നാ. വവജദക, നിന്നെ കണ്ടെത്തുകയും ചെയ്തു. വവജദക, നിന്നെ കണ്ടെത്തുകയും ചെയ്തു. ആയില, ദരിദ്രനായി കണ്ടെത്തി. ഒരു ദരിദ്രനായി
നിന്നെ കണ്ടെത്തി. ഫഅഗ്നാ, എന്നിട്ടവൻ ധന്യത നൽകി, നിനക്ക് ധനം നൽകി, നിനക്ക് പര്യാപ്തത നൽകുകയും ചെയ്തു. വവജദക ആയിലൻ ഫഅഗ്നാ, നിന്നെ അവൻ ദരിദ്രനായി കണ്ടെത്തുകയും എന്നിട്ടവൻ ഐശ്വര്യം നൽകുകയും ചെയ്തിരിക്കുന്നു നബിയേ. അപ്പൊ ദുനിയാവിൽ അല്ലാഹു സുബ്ഹാനഹു വതആല നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് പരിചയമുള്ള നൽകിയിട്ടുള്ള ചില അനുഗ്രഹങ്ങളെ എടുത്തു കാണിക്കുകയാണ്. നിന്നെ അവൻ ദരിദ്രനായി കണ്ടെത്തുകയും നിന്നെ ദരിദ്രനായി കണ്ടപ്പോ വരുമാനവും സമ്പത്തും ലഭിക്കുന്ന രാജ്യങ്ങൾ നിനക്ക് കീഴടക്കി തന്നു. അതാണ് ഇവിടെ ഉദ്ദേശം. അല്ലാതെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പ്രവാചകൻ വലിയ പണക്കാരനായിരുന്നു എന്ന അർത്ഥത്തിലല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ദരിദ്രനായിരുന്നു, മിസ്കീനായിരുന്നു. മരണപ്പെടുന്ന സമയത്ത് പോലും പ്രിയപ്പെട്ട പ്രവാചകന്റെ കയ്യിലുണ്ടായിരുന്നത് തുച്ഛമായ സമ്പാദ്യമായിരുന്നു. ഇവിടെ അല്ലാഹു തആല നിന്നെ ദരിദ്രനായി കണ്ടെത്തിയപ്പോൾ അല്ലാഹു തആല ഐശ്വര്യം നൽകുകയും ചെയ്തിരിക്കുന്നു എന്ന് പറഞ്ഞത് വലിയ വരുമാനവും സമ്പത്തും ലഭിക്കുന്ന രാജ്യങ്ങളെ അല്ലാഹു സുബ്ഹാനഹു വതആല നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഒതുക്കി കൊടുത്തു. നിനക്കുള്ള കുറവുകളെല്ലാം നികത്തി തന്നവൻ നിന്റെ മുഴുവൻ പോരായ്മകളും ഭാവിയിൽ പരിഹരിക്കുക തന്നെ ചെയ്യും. അവൻ നിന്നെ ഐശ്വര്യത്തിലേക്ക് എത്തിച്ചു. നിനക്ക് അല്ലാഹു തആല അഭയം നൽകി നിന്നെ സഹായിച്ചു, നിന്നെ നേർമാർഗത്തിലാക്കി. ഇവക്കെല്ലാം നീ നന്ദിയുള്ളവനായി തീരണം നബിയേ എന്നാണ് അല്ലാഹു സുബ്ഹാനഹു വതആല നബിയോട് പറയുന്നത്. കഴിഞ്ഞ ആയത്തുകളിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ലഭ്യമായ 3 അനുഗ്രഹങ്ങളെയാണ് അല്ലാഹു തആല എടുത്തു കാണിച്ചത്. 3 അനുഗ്രഹങ്ങൾ. ഒന്ന്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ യതീമായിരുന്നു, എന്നിട്ട് പ്രിയപ്പെട്ട പ്രവാചകന് ആശ്രയം നൽകി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വഴിയറിയാത്തവനായിരുന്നു, എന്നിട്ട് അല്ലാഹു തആല മാർഗദർശനം നൽകി. മൂന്നാമത്തത്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ദരിദ്രനായി കണ്ടപ്പോൾ അല്ലാഹു തആല നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഐശ്വര്യം നൽകി. 3 അനുഗ്രഹങ്ങൾ എടുത്തു കാണിച്ചു. തുടർന്നുള്ള ആയത്തുകളിൽ അതുപോലെ 3 കാര്യങ്ങൾ നബി തങ്ങളോട് ഉപദേശിക്കുകയാണ്. 3 അനുഗ്രഹങ്ങൾ എടുത്തു കാണിച്ചപ്പോ 3 ഉപദേശങ്ങൾ അല്ലാഹു തആല നബി തങ്ങൾക്ക് നൽകുകയാണ്. ഏതൊക്കെയാണ് ആ 3 ഉപദേശങ്ങൾ? ഒന്നാമത്തത്, ഫഅമ്മൽ യതീമ ഫലാ തഖ്ഹറു, നബിയേ നീ അനാഥനായിരുന്നു, നിന്നെ സംരക്ഷിക്കാൻ ഞാൻ ആളുകളെ ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഫഅമ്മൽ യതീമ ഫലാ തഖ്ഹർ, ഫഅമ്മ എന്നിരിക്കെ അൽ യതീമ അനാഥയെ ഫലാ തഖ്ഹർ, നീ കീഴടക്കി വെക്കരുത്, സ്വച്ഛാധികാരം നടത്തരുത്, നീ അനാഥയെ അടിച്ചമർത്തരുത്, അനാഥ മക്കളോട് ഒരു നിലക്കും മോശമായി പെരുമാറരുത്. പ്രിയപ്പെട്ടവരെ, അത് അള്ളാഹുവിന്റെ റസൂലിനോടുള്ള ഉപദേശമാണെങ്കിലും അള്ളാഹുവിന്റെ റസൂലിനോട് മാത്രമുള്ളതല്ല, ലോകത്തുള്ള മുഴുവൻ ആളുകളോടുമുള്ള ഉപദേശമാണ്. ഫഅമ്മൽ യതീമ ഫലാ തഖ്ഹർ, അനാഥകളെ അടിച്ചമർത്തി വെക്കരുത്, അനാഥകളോട് ഒരു നിലക്കും മോശമായി പെരുമാറരുത്, അവരുടെ കാര്യത്തിൽ നിന്റെ മനസ്സ് ഒരിക്കലും കുടുസാക്കി മാറ്റരുത്, അനാഥയെ നീ കണ്ണുരുട്ടി പേടിപ്പിക്കുന്ന സാഹചര്യങ്ങൾ ഉണ്ടാകരുത്. കാരണം അവനെ നോക്കാനും അവനെന്ത് ചെയ്താലും ചോദിക്കാനും ഒന്നും ആരുമില്ല എന്ന നിലക്ക് അവനെ വിരട്ടുകയോ അവനോട് മോശമായി പെരുമാറുകയോ ചെയ്യരുത്. എന്നാൽ അനാഥ മക്കളെ ആദരിക്കണം, അവർക്ക് സാധ്യമായതെല്ലാം ചെയ്തു കൊടുക്കണം. മരണശേഷം നിന്റെ മക്കളോട് മറ്റുള്ളവർ എങ്ങനെ പെരുമാറണമെന്നാണോ നീ ആഗ്രഹിക്കുന്നത്, എന്റെ മരണശേഷം എന്റെ മക്കളോട് ഈ എല്ലാ ആളുകളും നല്ല നിലക്ക് പെരുമാറണം എന്ന് ഞാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ ബാപ്പയും ഉമ്മയും മരണപ്പെട്ടു പോയ യതീമുകളാകുന്ന ആളുകളോട്, കുഞ്ഞുമക്കളോട് ആ നിലക്ക് പെരുമാറണം. ആ രീതിയിൽ നീ മരണപ്പെട്ടാൽ നിന്റെ മക്കളോട് മറ്റുള്ളവർ എങ്ങനെ പെരുമാറണമെന്ന് നീ ആഗ്രഹിക്കുന്നുണ്ടോ അതേപോലെ യതീമുകളോട് നീ പെരുമാറണം. ഒന്നാമത്തെ ഉപദേശം. രണ്ടാമത്തത്, ചോദിച്ചു വരുന്നവൻ, ചോദിക്കുന്നവനെ, അപ്പോൾ ചോദിച്ചു വരുന്നവനെ ഫലാ തൻഹർ, നീ വിരട്ടി വിടുകയും ചെയ്യരുത്, ഫലാ തൻഹർ, ചോദിച്ചു വരുന്നവനെ നീ വിരട്ടി വിടുകയും ചെയ്യരുത്, ആക്ഷേപിച്ച് പരിഹസിച്ചു വിടരുത് എന്നർത്ഥം. നമ്മുടെ വീടുകളിലേക്ക്, നമ്മുടെ ഭവനങ്ങളിലേക്ക്, നമ്മുടെ കടകളിലേക്ക്, അതല്ലെങ്കിൽ നമ്മുടെ പ്രൈവറ്റ് മെസ്സേജുകൾ, വാട്സാപ്പ് ഗ്രൂപ്പുകൾ പ്രൈവറ്റ് ആയിട്ടൊക്കെ പല ആളുകളും പല ആവശ്യങ്ങളും ചോദിച്ചു വരും. ചോദിച്ചു വരുന്നവന്റെ ആവശ്യങ്ങളെ തടയുന്ന വിധത്തിൽ
ആ നിലക്ക് അവനോട് മോശമായി പെരുമാറുകയും ചെയ്യുന്ന വാക്കുകൾ ഒരിക്കലും നബിയെ നിന്നിൽ നിന്നുണ്ടാകരുത്, അള്ളാന്റെ റസൂലിൽ നിന്നുണ്ടാവില്ല. എന്നിട്ട് പോലും റസൂലുള്ളാഹിയോട് പറയാ, ചോദിച്ചു വരുന്നവന്റെ ആവശ്യങ്ങളെ തടയുന്ന വിധത്തിലുള്ള വിരട്ടലുകളോ അല്ലെങ്കിൽ മോശമായ പ്രതികരണങ്ങളോ നിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാകരുത്. പിന്നെന്താ വേണ്ടത്? ആരെങ്കിലും എന്തെങ്കിലുമൊക്കെ ചോദിച്ചു വന്നാല് എന്താണോ നമുക്ക് ചെയ്തു കൊടുക്കാൻ ചെയ്തു കൊടുക്കാൻ കഴിയുന്നത് അത് ഏറെ നന്മയോടും ഇഖ്ലാസോടുകൂടെ അള്ളാഹുവിന്റെ പൊരുത്തം മാത്രം പ്രതീക്ഷിച്ച് അവന്റെ മാനസികമായ അവസ്ഥയെ പരിഗണിച്ച് അവനെ അവഹേളിക്കാത്ത വിധം ഏറെ മാന്യത അവന് കൊടുത്തുകൊണ്ട് അവനെ സഹായിക്കുക. ഒന്നും നിന്റെ കയ്യിലില്ല കൊടുക്കാൻ, അങ്ങനെ ഉണ്ടാകും. എല്ലാവരും ചോദിച്ചു വരുമ്പോൾ അവരുടെ ആവശ്യങ്ങൾ നിർവഹിച്ചു കൊടുക്കാൻ നമ്മുടെ കയ്യിൽ കാശുണ്ടാകണമെന്നില്ല. അവൻ ആവശ്യപ്പെടുന്ന സഹായം കൊടുക്കാൻ നമ്മൾ ആ സമയത്ത് ഒരു പക്ഷേ നിസ്സഹായായിരിക്കാം. എന്നാൽ എന്താ വേണ്ടത് പ്രിയപ്പെട്ടവരെ? വാതിൽ തുറക്കാതെ കുറ്റിയടച്ചുകൊണ്ട് ഒന്നും സംസാരിക്കാതിരിക്കാനോ വേണ്ടത്? അല്ല. പിന്നെന്ത് വേണം? അവരോട് നല്ല വർത്തമാനം പറഞ്ഞ് സ്നേഹത്തോടുകൂടെ അവന് വേണ്ടി പ്രാർത്ഥിച്ച് നമ്മുടെ അവസ്ഥ അവനെ പറഞ്ഞ് ബോധ്യപ്പെടുത്തി നല്ല നിലക്ക് സ്നേഹത്തോടുകൂടെ മാന്യതയോടുകൂടെ അവനോട് ഇല്ലെന്ന് പറയുകയോ തിരിച്ചയക്കുകയോ ചെയ്യുകയാണ് വേണ്ടത്. ധനം മാത്രമല്ല, ഒരാൾ നമ്മോട് അറിവ് ചോദിച്ചു, എന്തെങ്കിലും ഒരു മസ്അല ചോദിച്ചു, ആ മസ്അലയും ഇങ്ങനെയാണ്, അതിൻ്റെയും വിധി ഇത് തന്നെയാണ്. അവനെ ബേജാറാക്കാനോ അല്ലെങ്കിൽ ആ നിലക്കോ പ്രതികരിക്കുകയല്ല വേണ്ടത്. മറിച്ച് മാന്യമായ, അറിയുമെങ്കിൽ മാന്യമായ മറുപടി പറഞ്ഞു കൊടുക്കുക. അറിയില്ലെങ്കിൽ ഞാൻ ആരോടെങ്കിലും ചോദിച്ചിട്ട് പറയാം, അല്ലെങ്കിൽ എനിക്കറിയില്ല എന്ന് പറയാം. അതുകൊണ്ടാണ് വിശുദ്ധമായ ഇസ്ലാം എന്ത് പറയുന്നത് എന്നറിയോ? അധ്യാപകൻ വിദ്യാർത്ഥിയോട് ഏറ്റവും നല്ല സ്വഭാവവും ആദരണീയമായ സമീപനവും കനിവും കാണിക്കണമെന്ന് ഇസ്ലാം കൽപ്പിക്കുന്നത്. ഒരു അധ്യാപകൻ, ഞാൻ ഉസ്താദല്ലേ, മറ്റോ വിദ്യാർത്ഥിയല്ലേ എന്ന് വിചാരിച്ച് അവനെ ഏത് സമയത്തും കോപിപ്പിക്കുന്ന, അവനെ വെറുപ്പിക്കുന്ന ആ ഒരു പ്രവർത്തനമല്ല ഉസ്താദിൽ നിന്നുണ്ടാകേണ്ടത്, അധ്യാപകനിൽ നിന്നുണ്ടാവേണ്ടത്. മറിച്ച് തന്റെ മുന്നിലിരിക്കുന്ന തന്റെ അരികിലേക്ക് വിദ്യ പഠിക്കാൻ വന്നിട്ടുള്ള മക്കളോടെല്ലാം നല്ല നിലക്ക് പെരുമാറണം, അവരെ സ്നേഹിക്കണം, അവരെ ആദരിക്കണം. നല്ല സ്നേഹത്തോടെ കനിവിന്റെ വർത്തമാനവും പെരുമാറ്റവുമാണ് ഒരു അധ്യാപകനിൽ നിന്ന് ഉണ്ടാകേണ്ടത്. ഇതാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഇവിടെ പറയുന്നത്. നബിയെ, ചോദിച്ചു വരുന്നവനെ നീ വിരട്ടി വിടുകയും ചെയ്യരുത്. നബി സല്ലല്ലാഹു അലൈഹി, ഞാൻ പറഞ്ഞല്ലോ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരാളെ പോലും ചോദിച്ചു വരുന്നവരെ തിരിച്ചയച്ചിട്ടില്ല. പ്രിയപ്പെട്ട പ്രവാചകന്റെ ജീവിതം പരിശോധിച്ചാൽ നമുക്ക് ഒരുപാട് ഉദാഹരണങ്ങൾ കാണാൻ കഴിയും. ചോദിച്ചു വരുന്ന ഒരാളെയും അവിടുന്ന് വെറും കയ്യോടെ മടക്കി വിട്ടിരുന്നില്ല. ഒന്നും കൈവശമില്ലാത്തപ്പോ അള്ളാഹുവിന്റെ റസൂല് നല്ല സൗമ്യമായ വാക്ക് പറയുകയും പിന്നീട് എപ്പോഴെങ്കിലും അവൻ ആവശ്യപ്പെട്ടത് തന്റെ കയ്യിൽ കിട്ടുകയും ചെയ്യുമ്പോ എനിക്ക് വല്ലതും എന്റെ കയ്യിൽ ഒത്തുവന്നാൽ ഞാൻ തരാമെന്ന് വാഗ്ദാനം ചെയ്യും. എന്റെ കയ്യിൽ ഇപ്പൊ ഒന്നുമില്ല, കിട്ടിയാൽ എവിടെന്നെങ്കിലും ശരിയായിട്ടുണ്ടെങ്കിൽ ഞാൻ തരാമെന്ന് വാഗ്ദാനം ചെയ്യും. വാഗ്ദാനം ചെയ്തിട്ട് അള്ളാഹുവിന്റെ റസൂല് അത് ഒത്തുവന്നാൽ വാഗ്ദാനം നിറവേറ്റുകയും എല്ലാം ചെയ്യുമായിരുന്നു എന്ന് ചരിത്രങ്ങളിൽ നിന്ന് നമ്മളൊക്കെ മനസ്സിലാക്കിയിട്ടുള്ളതാണ്. അവ രണ്ട് കാര്യങ്ങളാണ് അള്ളാഹുവിന്റെ റസൂലിനെ ഉപദേശിച്ചത്. ഒന്നാമത്തത് നീ അനാഥ മക്കളെ അടിച്ചമർത്തരുത്. ചോദിച്ചു വരുന്നവനെ നീ വിരട്ടി വിടുകയും ചെയ്യരുത്. അപ്പോൾ അനുഗ്രഹത്തെ പറ്റി, അപ്പോൾ അനുഗ്രഹത്തെ പറ്റി, നിഅമത്ത് അനുഗ്രഹം, റബ്ബിക നിന്റെ റബ്ബിന്റെ അനുഗ്രഹത്തെ പറ്റി, ഫഹദ്ദിസ് നീ വർത്തമാനം പറയുക, നീ സംസാരിക്കുക. നിന്റെ രക്ഷിതാവിന്റെ അനുഗ്രഹത്തെ സംബന്ധിച്ച് നീ ധാരാളമായി സംസാരിക്കുക എന്നാണ് അല്ലാഹു തആല പറയുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അല്ലാഹു തആല ധാരാളം അനുഗ്രഹങ്ങൾ ചെയ്തു കൊടുത്തിട്ടുണ്ട്. ആ അനുഗ്രഹം മതപരമായ അനുഗ്രഹങ്ങളുണ്ട്, ഭൗതികപരമായ അനുഗ്രഹങ്ങളുണ്ട്. എല്ലാ അനുഗ്രഹങ്ങളും ഈ അനുഗ്രഹത്തിൽപ്പെടും. ആ അനുഗ്രഹത്തിന് അള്ളാഹുവിന്റെ റസൂലെ നീ അള്ളാഹുവിനെ ധാരാളമായി പുകഴ്ത്തണം. എന്തെങ്കിലും ഗുണമുണ്ടെങ്കിൽ അതിനെ പ്രത്യേകം എടുത്തു പറയുകയും ചെയ്യണം. അള്ളാഹു തആല ചെയ്തു തന്നതിനെ എടുത്തു പറയണം. ഇല്ലെങ്കിൽ അള്ളാഹുവിന്റെ അനുഗ്രഹങ്ങളെ പൊതുവിൽ നീ പരാമർശിക്കണം. അള്ളാഹു എനിക്ക് ഒരുപാട് അനുഗ്രഹങ്ങൾ ചെയ്തു തന്നിട്ടുണ്ട്, പ്രത്യേകമായി തന്നിട്ടുള്ള അനുഗ്രഹങ്ങളെ അത് എടുത്തു പറയണം. അള്ളാഹുവിന്റെ അനുഗ്രഹങ്ങളെ കുറിച്ച് സംസാരിക്കുന്നത് നന്ദി ചെയ്യാൻ പ്രേരിപ്പിക്കുന്നതും അനുഗ്രഹദാതാവായ റഹ്മാനായ റബ്ബിനോട് ഹൃദയങ്ങളിൽ സ്നേഹമുണ്ടാക്കുന്നതുമാണ്. ഗുണം ചെയ്യുന്നവനെ സ്നേഹിക്കൽ ഹൃദയത്തിന്റെ പ്രകൃതിയാണ്. അള്ളാഹു തആല ചെയ്തു തന്ന ഓരോ അനുഗ്രഹങ്ങളെ കുറിച്ചും ഏത് സമയത്തും പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഞാനുങ്ങളൊക്കെ ഓർക്കണം. എത്ര അനുഗ്രഹങ്ങളായി എൻ്റെ റബ്ബ് എനിക്ക് ചെയ്തു തന്നിട്ടുള്ളത്. എണ്ണിയാൽ തീരുമോ നമുക്ക് അള്ളാഹു ചെയ്തു തന്ന അനുഗ്രഹങ്ങൾ? വെറും കയ്യും കാലും ഭക്ഷണവും അതുപോലെ വീടും ഇത് മാത്രമല്ല,
എണ്ണിയാൽ തീരാത്ത ഒരുപാട് അനുഗ്രഹങ്ങൾ റഹ്മാനായ റബ്ബ് എനിക്കും നിങ്ങൾക്കും ചെയ്തു തന്നിട്ടുണ്ടെങ്കിൽ എന്താ വേണ്ടത്? അള്ളാഹു ചെയ്തു തന്നിട്ടുള്ള അനുഗ്രഹങ്ങളെ കുറിച്ച് വർത്തമാനം പറയുക എന്നുള്ളത്. അള്ളാഹുവിങ്കിൽ നിന്ന് ലഭിച്ചിട്ടുള്ള അനുഗ്രഹങ്ങളെ ഒരിക്കലും എന്ത് ചെയ്യരുത്, മൂടി വെക്കരുത്. ചില ആളുകളൊക്കെ ഉണ്ട്, ഇതിന് മുമ്പ് നമ്മളൊരു സൂറത്ത് വിശദീകരിക്കുമ്പോൾ പറഞ്ഞിരുന്നു, ചില മുതലാളിമാരുണ്ടാകും, ഇഷ്ടംപോലെ പൂത്ത പൈസ ഉണ്ടാകും, പക്ഷെ അവരുടെ വസ്ത്രങ്ങളിലോ അവരുടെ പെരുമാറ്റങ്ങളിലോ അത് പ്രകടമാവുകയില്ല. ഏത് സമയത്തും ഇല്ല എന്ന പാട്ടായിരിക്കും. ദാരിദ്ര്യം, കഷ്ടപ്പാടിന്റെ വർത്താനം മാത്രമേ പറയുള്ളൂ. എന്തിനാ പറയണത്? ആരെങ്കിലും വല്ലതും ചോദിച്ചാലോ, വല്ലവരും കടം ചോദിക്കോ, ഇതൊക്കെ പേടിച്ചിട്ട് അള്ളാഹു തന്നിട്ടുള്ള അനുഗ്രഹങ്ങളെ മൂടി വെക്കുന്ന ആളുകളുണ്ട്. അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് നമുക്ക് ചെയ്തു തന്നിട്ടുള്ള അനുഗ്രഹങ്ങളെ ഒരു നിലക്കും അത് മൂടി വെക്കരുത്. മറിച്ച് അതിൽ സന്തോഷം പ്രകടിപ്പിക്കുകയും റഹ്മാനായ റബ്ബിനെ നന്ദിയോട് കൂടെ സ്മരിക്കുകയും ചെയ്യുക എന്നത് അതിന്റെ കൃത്യമായ പ്രകടമായ ഒരു അടയാളമാണ്. വിശുദ്ധ ഖുർആൻ മറ്റൊരായത്തിൽ പറയുന്നുണ്ട്, വഇദ് തഅذന റബ്ബുകും ലഇൻ ശകർതും ലഅസീദന്നകും വലഇൻ കഫർതും ഇന്ന അദാബി ലശദീദ്. നിങ്ങൾ നന്ദി കാണിച്ചാൽ തീർച്ചയായും ഞാൻ നിങ്ങൾക്ക് അനുഗ്രഹം വർദ്ധിപ്പിച്ചു തരുന്നതാണ്. അള്ളാഹു ചെയ്തു തന്നിട്ടുള്ള മുഴുവൻ അനുഗ്രഹങ്ങൾക്കും എന്ത് ചെയ്യണം? നന്ദി കാണിക്കണം. നന്ദി കാണിച്ചാലുള്ള ഗുണം എന്താണ്? അള്ളാഹു ആണ് ഓഫർ, ലഅസീദന്നകും. അള്ളാഹുവിൻ ചെയ്തു തന്ന അനുഗ്രഹങ്ങൾക്ക് നന്ദി കാണിച്ചാൽ അള്ളാഹു വർദ്ധിപ്പിച്ചു തരും. അള്ളാഹു തന്ന സമ്പത്ത് അള്ളാഹുവിന്റെ മാർഗത്തിൽ ചിലവഴിച്ചാൽ അള്ളാഹു അതിൽ വർധനവ് തരും. അള്ളാഹു തന്ന വിജ്ഞാനം അത് മറ്റുള്ളവർക്ക് പകർന്നു കൊടുത്താൽ ഒരിക്കലും നമുക്ക് നഷ്ടമുണ്ടാവില്ല. വീണ്ടും നമുക്ക് വിജ്ഞാനത്തിൽ വർധനമുണ്ടാവുകയാണ് ചെയ്യുക. തുടർന്ന് അള്ളാഹു പറയുന്നു, വലഇൻ കഫർതും ഇന്ന അദാബി ലശദീദ്. നന്ദി കാണിച്ചാൽ വർധനവാണ്, എന്നാൽ നന്ദികേടാണ് നിങ്ങൾ കാണിക്കുന്നതെങ്കിൽ തീർച്ചയായും എന്റെ ശിക്ഷ കഠിനമായിരിക്കും എന്ന് നിങ്ങളുടെ രക്ഷിതാവ് പ്രഖ്യാപിച്ച സന്ദർഭം ശ്രദ്ധേയമാണ്. അള്ളാഹു തന്നിട്ടുള്ള ആ അനുഗ്രഹങ്ങളെ അതിന് നന്ദികേടാണ് കാണിക്കുന്നതെങ്കിൽ, അത് മറച്ചു വെച്ച് അതിനൊരു നന്ദിയും കാണിക്കാത്തവരാണെങ്കിൽ അള്ളാഹുവിന്റെ അപാരമായിരിക്കുന്ന ശിക്ഷയുണ്ടാകും എന്നാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല ഇതിലൂടെ ഓർമ്മപ്പെടുത്തുന്നത്. എന്ന് മാത്രമല്ല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒരു ഹദീസ് കാണാം, ഇന്നല്ലാഹ യുഹിബ്ബു അൻ യുറാ അസറു ബിനിഅമതിഹി അലാ അബ്ദിഹി. അള്ളാഹു തന്റെ ദാസന് നൽകിയ അനുഗ്രഹങ്ങൾ അവനിലൂടെ കാണപ്പെടുന്നത് അള്ളാഹു ഏറെ ഇഷ്ടപ്പെടുന്നതാണ്. മഹാനായ അബൂ അഅ്വസ് റളിയല്ലാഹു അൻഹു തന്റെ പിതാവിൽ നിന്ന് നിവേദനം ചെയ്ത ഒരു ഹദീസിൽ നമുക്ക് കാണാം. അദ്ദേഹം പറയാണ്, ഞാനൊരു മോശം വസ്ത്രം ധരിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കൽ ചെന്നു. ഫീ സൗബി ദൂനിൻ, വളരെ മോശമായ അഴുക്കൊക്കെ പുരണ്ട വസ്ത്രവുമായിട്ട് ഞാൻ നബി തങ്ങളുടെ അരികിൽ ചെന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ചോദിച്ചു, അലക മാലുൻ, നിങ്ങൾക്ക് സമ്പത്തുണ്ടോ എന്ന് ചോദിച്ചു. അദ്ദേഹം പറഞ്ഞു, നഅം, അതെ, എനിക്ക് ധാരാളം സമ്പത്തുണ്ട് നബിയേ. ഖാല മിൻ അയ്യിൽ മാൽ, അതേ നബി, ഏത് രീതിയിലുള്ള സമ്പത്താണ്, എന്തൊക്കെ സമ്പത്താ ഉള്ളത് എന്ന് ചോദിച്ചു. ആ സമയത്ത് അദ്ദേഹം പറഞ്ഞു, ഖാല ഖദ് അതാനി അല്ലാഹു മിനൽ ഇബിലി വൽ ഗനമി വൽ ഖൈലി വർ റഖീഖി. എനിക്ക് ഒട്ടകങ്ങളുണ്ട്, ആടുകളുണ്ട്, കുതിരകളുണ്ട്, അടിമകളുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രതികരിച്ചു, അള്ളാഹു താങ്കൾക്ക് സമ്പത്ത് നൽകിയിട്ടുണ്ടെങ്കിൽ അള്ളാഹുവിന്റെ അനുഗ്രഹത്തിന്റെയും ഔദാര്യത്തിന്റെയും അടയാളം താങ്കളിൽ കാണപ്പെടണം എന്ന് പറഞ്ഞതായി ഹദീസുകളിൽ കാണാവുന്നതാണ്. അപ്പൊ നമ്മുടെ വസ്ത്രങ്ങളിലും എല്ലാത്തിലും അള്ളാഹുവിൻ തന്നിട്ടുള്ള ആ അനുഗ്രഹങ്ങളെ പ്രകടിപ്പിക്കുക എന്ന നന്ദിയാണ്. അത് അള്ളാഹുവിങ്കിലേക്ക് കൂടുതൽ തിരിച്ചു പോകുവാൻ നമുക്ക് കാരണമാകും. പക്ഷേ സന്തോഷം എന്ന നിലക്കും നന്ദിയായി കൊണ്ടുമല്ലാതെ അഹങ്കാരവും ദുരഭിമാനവുമായി കൊണ്ട് അള്ളാഹു ചെയ്ത അനുഗ്രഹങ്ങളെ എടുത്തു പറയുന്നതും അതേ പ്രകാരം അത് പ്രകടിപ്പിക്കുന്നതും അത് പാടില്ലാത്തതാണ് എന്നും വിശുദ്ധ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. മറ്റുള്ളവരെ പരിഹസിക്കുവാൻ, ഞാൻ വലിയ ആളാണെന്നറിയാൻ, മറ്റുള്ള ആളുകളുടെ മുമ്പിൽ അഹങ്കാരിയാവാൻ അള്ളാഹു ചെയ്തു തന്നിട്ടുള്ള അനുഗ്രഹങ്ങളെ പ്രകടിപ്പിക്കുന്നത് അത് ധിക്കാരമാണ്, അത് അള്ളാഹു ഇഷ്ടപ്പെടാത്തതാണ്. മറിച്ച് അള്ളാഹു തന്നിട്ടുള്ള അനുഗ്രഹങ്ങളെ അള്ളാഹുവിങ്കിലേക്ക് കൂടുതൽ അടുക്കുവാനും നന്ദി എന്ന നിലക്ക് അത് സ്മരിക്കുകയും പ്രകടിപ്പിക്കുകയും ചെയ്യുന്നത് അള്ളാഹുവിന് ഏറെ ഇഷ്ടമുള്ളതാണ്. ഈ ആയത്തുകളിലൂടെയുള്ള ഉപദേശങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടാണെങ്കിലും എല്ലാം സത്യവിശ്വാസികളായ എനിക്കും നിങ്ങൾക്കും ബാധകമാണ്. നമ്മുടെ ജീവിതത്തിൽ പകർത്തുക. അള്ളാഹു പഠിക്കാനും പകർത്താനും തൗഫീഖ് നൽകുമാറാവട്ടെ. അഖൂലു ഖൗലി ഹാദാ അസ്തഗ്ഫിറുല്ലാഹൽ അലീം ലി വലക്കും വഅസ്തഗ്ഫിഹി അന്നി വഅൻകും വഅൻ ജമീഇൽ മുസ്ലിമീന വൽ മുഅ്മിനീന അജ്മഈന വസ്തഗ്ഫിറു ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. സുബ്ഹാനകല്ലാഹുമ്മ വബിഹംദിക അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ല അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.